ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായ ഒരു ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റുമായിട്ടാണ്. നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലൊരു ബിസ്ക്കറ്റ് ബോക്സും ആ ബിസ്ക്കറ്റിൻ്റെ കുറച്ച് കവേഴ്സും. ഇതൊരു പുതിയ ഐഡിയ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പഴയൊരു ഐഡിയ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാവുന്ന മെറ്റീരിയൽസ് ആണ് ഇതേപോലെ ബിസ്ക്കറ്റ് ബോക്സും ബിസ്ക്കറ്റ് കവേഴ്സും ഒക്കെ. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കിയാലോ? ആദ്യം തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ബോക്സിന്റെ ഈ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം, അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഇതിന്റെ ഈ അടിഭാഗം ഒന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. ഇനി ഒന്നും കൂടിയും ഒരു ഉറപ്പ് വേണമെന്നുള്ളവർക്ക് വേറൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബോക്സിന് കുറച്ച് വലിപ്പമുള്ള കാരണം നമ്മുടെ കൈ കൊണ്ട് ഒട്ടിക്കാൻ പറ്റില്ല കേട്ടോ. ഇതേപോലെ കത്രിക എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് താഴത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിന് നമുക്ക് പെയിന്റോ അല്ലെങ്കിൽ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പെയിന്റിലേലും ഏതെങ്കിലും കളർ പേപ്പേഴ്സ് എടുക്കാം. ഡാർക്ക് കളറായിട്ടുള്ള പേപ്പേഴ്സ് എടുക്കായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ നമുക്കിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഒരു കൂട്ട് പെയിന്റ് തന്നെ മതിയാവും. നല്ല ഷൈനിങ്, നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ പെയിന്റ് യൂസ് ചെയ്യുമ്പോൾ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഉൾഭാഗത്തും പെയിന്റ് ചെയ്യണം. ഉൾഭാഗത്ത് പെയിന്റ് ചെയ്യുമ്പോൾ ഏറ്റവും അറ്റം വരെ പെയിന്റ് ചെയ്യണമെന്നൊന്നുമില്ല, ഒരു ഹാഫ് പോർഷൻ മാത്രം പെയിന്റ് ചെയ്താൽ മതി. പെട്ടെന്ന് പുറത്തേക്ക് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മാത്രം പെയിന്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൂടി നമ്മുടെ ബിസ്ക്കറ്റ് കവേഴ്സ് എല്ലാം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഐഡിയ നിങ്ങൾ എന്തായാലും കുറെ ബോട്ടിൽ ആർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെ ആവണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യണമെന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടിയും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ചെറിയ റൗണ്ട്സ് ആക്കി കട്ട് ചെയ്യുന്നുണ്ട്. അതും കൂടിയും അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് പകരമായിട്ട് ആ ബിസ്ക്കറ്റ് കവേഴ്സ് തന്നെ യൂസ് ചെയ്താലും മതി. അങ്ങനെ നമ്മുടെ ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് സൈഡിലും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ബാക്ക് സൈഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ വേസ് ആയിട്ടാണ്. അത് ഈ ചുമരിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫ്ലവർ വേസ്. അപ്പം നമുക്കിതിൻ്റെ പുറകിൽ ഡബിൾ സൈഡ് സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഈ ബോക്സ് വളരെ കനം കുറവാണ്, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചുമരിലൊക്കെ ഒട്ടിച്ചു വെക്കാവുന്നതാണ്. ഒരു ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി താഴെ വെക്കാനാണ് താല്പര്യം എന്നുള്ളവർക്ക് താഴെ ആയാലും ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്കിതിൽ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ് ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. പെട്ടെന്ന് ഇപ്പോൾ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. പിന്നെ പെയിന്റ് യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു ഗുണം കൂടി ഉണ്ട്. നമ്മൾ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങും. പെയിന്റ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഷെയർ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു നോട്ടിഫിക്കേഷൻ ബെല്ല് വരും, അതും കൂടി പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് വരും. അതിലെ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.